മണ്ഡല മകരവിളക്ക് സീസണുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പണം തൂത്തടിക്കാനുള്ള വേദിയാക്കുകയാണ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സീസണിൽ യാതൊരു ആവശ്യവുമില്ലാതെ 1,87,00,000 രൂപയുടെ സാമഗ്രികളാണ് ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ അറിവോടെ വാങ്ങിക്കൂട്ടിയത്. മണ്ഡല മകരവിളക്ക് സീസണിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലേക്കാണ് പാത്രങ്ങൾ, സ്റ്റേഷനറി സാമഗ്രികൾ തുടങ്ങിയവ വാങ്ങിയത്. മുൻ വർഷങ്ങളിൽ വാങ്ങിയ പാത്രങ്ങളും മറ്റ് സാമഗ്രികളും ഗോഡൌണിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥർ വീണ്ടും ഇവ വാങ്ങിക്കൂട്ടിയത്. സംഭവം വിവാദമായതോടെ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവാഭരണം കമ്മീഷണറോട് നിർദ്ദേശിച്ചു. പല സാമഗ്രികളും ക്രമാതീതമായി സ്റ്റോക്കുള്ളപ്പോൾ വീണ്ടും പാത്രങ്ങൾ വാങ്ങിക്കൂട്ടിയെന്ന റിപ്പോർട്ടാണ് തിരുവാഭരണം കമ്മീഷണർ നൽകിയത്. എന്നാൽ വാങ്ങിക്കൂട്ടിയ സാമഗ്രികളുടെ കൃത്യമായ കണക്ക് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. ആവശ്യമില്ലാത്ത പാത്രങ്ങൾ വാങ്ങിക്കൂട്ടിയതിനെക്കുറിച്ച് അന്വേഷിച്ച മാതൃഭൂമി ന്യൂസ് സംഘത്തോട് തിരുവാഭരണം കമ്മീഷണർ നൽകിയ മറുപടി ഇങ്ങനെ: ശബരിമലയിൽ കൂടുതൽ പാത്രം വാങ്ങി 1,87,00,000 രൂപയുടെ പാത്രം വാങ്ങുന്ന ഒരു അന്വേഷണം ഉണ്ടായിരുന്നല്ലോ. അതിന്റെ റിപ്പോർട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ? എന്റെ മേഡം അതിനകത്ത് എന്തെങ്കിലും കുറ്റങ്ങളോ ക്രമക്കേടുകളോ അവിടെ ബോർഡിൽ പരിഗണിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും അറിഞ്ഞില്ല. അല്ല, എന്തെങ്കിലും ക്രമക്കേടോ അങ്ങനെ എന്തെങ്കിലും വേണം കണ്ടെത്തിയായിരുന്നോ? അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു, ക്രമക്കേടുകളൊന്നുമില്ല. കൂടുതൽ പാത്രങ്ങളില്ല, പാത്രങ്ങളോ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ദേവസ്വം ബോർഡിന്റെ പണം ദൂർത്തടിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് അംഗം കെ രാഘവൻ വിജിലൻസിന് കത്ത് നൽകി. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ശബരിമലയിലേക്ക് വാങ്ങിയ പാത്രങ്ങളുടെയും മറ്റ് സാമഗ്രികളുടെയും കണക്കെടുത്ത് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുകയാണ്. കോടികൾ വിലമുടക്കി വാങ്ങിയ പാത്രങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ആവിയായിപ്പോയി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള നട്ടെല്ലാണ് ദേവസ്വം ബോർഡ് അധികൃതർ കാട്ടേണ്ടത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ രാഹുൽ കൃഷ്ണയ്ക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.